എല്ലാവർക്കും നമസ്കാരം. റാഫ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൂലമറ്റം ബിഷപ്പ് മെഡിക്കൽ സെന്ററിലെ ചീഫ് സൈക്കാട്രിസ്റ്റ് സിസ്റ്റർ ഡോക്ടർ ആനി സെറീനാണ്. ശിഥിലമായ കുടുംബ ബന്ധങ്ങളിൽ കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ശിഥിലമായ കുടുംബങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്നത് ഉത്കണ്ഠ, ആദി, അല്ലെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിലാണ് ഈ മോഷണശീലം കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അവരുടെ വ്യക്തിത്വ വികസനം നടക്കാതെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന അപാകതകളേറെയാണ്. അവർക്ക് പല ഇങ്ങനെ തകർന്ന കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് ചിലപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കളവ്, യാത്ര ചെയ്യുന്നു, പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പഠനം പോകുന്നില്ല, പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, ദൂർത്ത് അമ്മയുടെയൊക്കെ ഒരു 7 പവൻ്റെ 8 പവൻ്റെ മാലയൊക്കെ കട്ടെടുത്ത് ഒരു കൊച്ച് 12 വയസ്സുകാരൻ ഇറങ്ങി പുറപ്പെട്ടു. ചുമ്മാ ദൂരത്തടിച്ച് കറങ്ങി നടക്കാൻ. ഇങ്ങനെ സ്കൂളിൽ പോകുന്നു എന്ന് പേച്ചന പോകുന്നു, യൂണിഫോം എടുത്ത് പടക്കി വെച്ച് ബാഗിലാക്കി കൊച്ച് വീടിറങ്ങി കഴിയുമ്പോൾ വേറെ ഡ്രസ്സുമായി പോകുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ ധാരാളമുണ്ട്. മയക്കുമരുന്നിന് അടിമകളാകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ കൂടി വരികയാണ്. സ്കൂളിൽ ചെറിയ കുട്ടികൾ തമ്മിൽ സ്കൂളിൽ അടി, തലക്കെട്ടടിക്കുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു, ഇങ്ങനെ അക്രമാസക്തരായ കുട്ടികൾ സ്കൂളിൽ ചെന്ന് ചേരുന്നതുകൊണ്ട് ആ സ്കൂളുകളിൽ നിന്ന് പലപ്പോഴും ആ കുട്ടികളെ വിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പല കുട്ടികളും സൗഖ്യം തേടി ഇവിടെ വരാറുണ്ട്. കാരണം ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിട്ടു, അധ്യാപകർ വിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം ഒരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്നാണ്. അതുപോലെ ഡ്രഗ് അഡിക്റ്റ് ഉണ്ടാകുന്ന കുട്ടികൾ മിക്കവാറും ഈ ബ്രോക്കൺ ഫാമിലിയിൽ നിന്നായിരുന്നു വരുന്നത്. അതുപോലെ കുട്ടികൾക്ക് റോൾ മോഡലായിട്ടെന്നുള്ളത് പറയുന്നവർ കാണിക്കുന്ന മാതാപിതാക്കൾ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പനും അമ്മയും തമ്മിൽ എല്ലാ ദിവസവും കലഹങ്ങളുള്ള ഒരു കുടുംബത്ത് ഒരു കുട്ടിക്ക് നല്ല മാനസികാരോഗ്യത്തിൽ വളരാനായിട്ട് പറ്റിയത് ഇതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ എല്ലാം ഉണ്ടാകുന്ന ഈ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾക്കാണ്. കുട്ടികളിൽ നല്ല മാനസികാരോഗ്യം വളരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കുക. അതായത് മാതാവും പിതാവും തമ്മിൽ നല്ല ഗാഢമായ സ്നേഹബന്ധത്തിലുള്ള ഒരു കുടുംബം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരിക്കണം. സ്നേഹമുള്ള, സൗഹൃദമുള്ള മാതാപിതാക്കൾ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് നല്ല സുരക്ഷിതത്വ ബോധം അവർക്ക് കിട്ടണം. അതുപോലെ തന്നെ പേരൻസ് ഈ കുട്ടികൾക്ക് നല്ല കരുതലും കാവലും ഒപ്പം അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നത്, പോസിറ്റീവ് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നതെങ്കിലും വളരെ നന്നായിരിക്കുന്നു, എൻ്റെ കൊച്ചു മിടുമിടുക്കൻ എന്ന് പറയുക. അതുപോലെ തന്നെ 2 കുട്ടികളിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ കുറവുള്ളപ്പോൾ ആ കുറവുള്ള കുട്ടി എപ്പോഴും നീ ചെയ്ത് ശരിയായില്ല, അവനെ കണ്ടുപടി എന്ന് പറയുമ്പോൾ ഒത്തിരി മാതാപിതാക്കൾ പറയാറുണ്ട്. അതുപോലെ കണ്ടുപടി എന്ന് പറഞ്ഞ് അയൽപക്കത്തെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യും. ഇങ്ങനെ കമ്പയർ ചെയ്ത് വരുമ്പോൾ അവസാനം ഈ കുട്ടികൾക്ക് മാനസികാരോഗ്യം അവർ തളർച്ചയിലേക്കാണ് പോകുന്നത്. അവർ ഉയരണമെങ്കിൽ അവർ ചെയ്ത കുഞ്ഞു കാര്യങ്ങളെപ്പോലെ എടുത്ത് നീ നന്നായിരിക്കുന്നു, എൻ്റെ കൊച്ചു മിടുക്കനാണെന്ന് പറയുമ്പോൾ അത് കൊച്ചു വീണ്ടും ഉയരത്തിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ ഈയിടെ നമ്മൾ കണ്ട ഒരു പ്രശ്നമാണ്, പരീക്ഷ ആകുമ്പോഴത്തേക്കും കുട്ടികളെല്ലാം ഡൗൺ ആയി പോകുന്നു. ഇപ്പോൾ ഒരു കുട്ടി ഈയിടെ എന്നോട് ഷെയർ ചെയ്തു, എൻ്റെ ഡോക്ടറെ ഞാൻ ഇങ്ങനെ ആയിരിക്കേണ്ടതല്ല, ഇപ്പോൾ ഒരു പരീക്ഷ വരുമ്പോഴത്തേക്കും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയും അച്ഛനും അധ്യാപകനായിരുന്നു, എത്ര ഞാൻ 100-ൽ 98 മേടിച്ചു വന്നാലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരിക്കലും സന്തോഷമില്ല. അങ്ങനെ ഞാൻ ഈ മാർക്ക് മേടിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് ഞാൻ ഇങ്ങനെയായി തീർന്നു. എനിക്കിപ്പം ഡിഗ്രി എടുത്ത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഈ കൊച്ച് ഇപ്പം ഡിഗ്രി അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ BA കഴിഞ്ഞ കൊച്ചാണ്. പക്ഷെ അതവിടെ നിർത്തി പരീക്ഷ ആകുമ്പോഴത്തേനും എല്ലാം കയറിഞ്ഞടിഞ്ഞു പോയി. പിന്നെ അത് വീണ്ടും ആ കൊച്ച് ഇപ്പോൾ എക്കണോമിക്സ് കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ പരീക്ഷയാകുന്നു അതുവരെ അവിടെ നല്ല മിടുക്കിയായിട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ കുട്ടികളെ അമിതമായി സ്ട്രെസ് ചെയ്ത് അവരെ കഷ്ടപ്പെടുത്താതെ അവർക്ക് നല്ല പ്രോത്സാഹനമുള്ള, നല്ല സന്തോഷമുള്ള, നല്ല സൗഹൃദമുള്ള നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് നല്ല മാനസിക ആരോഗ്യമുള്ള കുട്ടികൾ രൂപപ്പെടുക. റാഫ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയ ഡോക്ടർ ആനിക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി.